പണ്ട് ഇങ്ങനെ ആരെയും പേടിച്ചിട്ടുണ്ട്? ഒരുപാട് ആളുകൾ പേടിച്ചിട്ടുണ്ട്. രാത്രി പ്രശ്നം, രാത്രിയാണോ പ്രശ്നം, പകലാണോ? അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഈ നെഞ്ചിക്കൂട് ഇവിടെ. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് സുമതി വളവ് കേട്ടോ. വളരെ ശാന്തമായൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനെന്തായാലും ഈ വളവൊന്ന് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ക്രോസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കാണാം. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ക്രോസ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, സുമതി വളവ് സിനിമ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. സുമതി വളവ് എന്ന സ്ഥലത്ത് എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ സുമതി വളവ് എവിടെയാണെന്നുള്ള അന്വേഷണത്തോടുവിൽ ഞാൻ സ്ഥലം കണ്ടെത്തി. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു സ്ഥലം. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം അങ്കമാലി MC റോഡിൽ കാരേറ്റ് എന്നൊരു സ്ഥലമുണ്ട്. കാരേറ്റ് പാലോട് റോഡിലാണ് ഈ സുമതി വളവ് വരുന്നത്. സുമതി വളവ് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വരുന്ന സ്ഥലമാണ്. ഇത് പാങ്ങോട് പഞ്ചായത്തിൽ ഉൾപ്പെട്ടൊരു സ്ഥലമാണ്. നിങ്ങളിപ്പം കാണുന്ന ഈ സ്ഥലം, ഇത് പാങ്ങോട് പഞ്ചായത്തിലെ ഭരതന്നൂർ എന്ന സ്ഥലമാണ്. എന്തായാലും ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ കൺഫേം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ വിവരങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ പ്രായമുള്ളൊരു ചേട്ടനെ കിട്ടി. അപ്പോൾ കാര്യങ്ങളൊന്ന് ചേട്ടനടുത്ത് തന്നെ ചോദിച്ചു. സുമതി വളവ് സുമതി വളവ് ഇവിടെ ഈ റോഡ് സുമതി വളവ് എന്ന് പറയുമ്പോൾ എന്നെക്കാൾ എനിക്ക് 78 വയസ്സായി. എന്നെക്കാൾ 10 വയസ്സിന് മുമ്പാണ് ഈ സംഭവം അവിടെ നടന്നത്. ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാൽ പേരും വേദനാഥോട് പണ്ട് ഒരു പോയിന്റായിരുന്നു ഇവിടെ കേട്ടാ. ഇപ്പം അങ്ങനെയുള്ള ഒരു ബന്ധുവൊക്കെ ഏർപ്പാടും അവിടെ ഇല്ല. പണ്ട് ഇങ്ങനെ ആരെയും പേടിച്ചിട്ടുണ്ട്? ഒരുപാട് ആളുകൾ പേടിച്ചിട്ടുണ്ട്. രാത്രി പ്രശ്നം, രാത്രിയാണോ പ്രശ്നം, പകലാണോ? അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഈ നെഞ്ചിക്കൂട് ഇവിടെ നിലപ്പാൽ കുടിച്ചവർക്ക് കേട്ടാ. മിൽമ പാല് ഹോട്ടലിൽ വാങ്ങി കുടിച്ചവർക്ക് അത് വരില്ല. അല്ലാത്ത മിൽമ പാല് സ്വന്തം അമ്മയുടെ പാല് കുടിച്ചവർക്ക് ഈ കാര്യമൊന്നും വരില്ല. ഒന്നുമില്ല, ഒന്നും കുഴപ്പമില്ല കേട്ടോ. നേരെ പോയത് ഇവിടെ 4 മിനിറ്റ് ആദ്യത്തെ പോയിന്റ് കൊണ്ട് മൈനോട് അവിടുന്ന് തന്നെ മാറും കേട്ടാ. ശരി, എന്നാൽ കണ്ടിട്ടോ. ഇത്രയും വലിയ ഫേമസ് ആയിട്ട് സ്ഥലം ചേട്ടൻ എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് മറുപടിയൊക്കെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കോൺഫിഡൻസിലാണ് ഞാൻ മുന്നോട്ട് പോണത്. ചേട്ടൻ പറഞ്ഞത് മൈലമൂട് എന്ന സ്ഥലമാണ് കേട്ടോ. മൈലമൂടിലാണ് ഈ സുമതി വളവ് വരുന്നത്. നമ്മളിപ്പോൾ മൈലമൂട് എത്തിയിട്ടുണ്ട്. മൈലമൂട് ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. ആ ക്ഷേത്രമാണ് നമ്മളിതാ ഇടത് സൈഡിൽ കാണുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വീട് കുറവാണ് കേട്ടോ. വീടൊക്കെ കുറവാണ്. ഒരു ഫോറസ്റ്റ് ഏരിയ അല്ല. ഈ സുമതി വളവ് എത്ര ദൂരമുണ്ട്? അപ്പോൾ ഇനി ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടായിരിക്കും ഒരുപക്ഷെ ഫോറസ്റ്റ് തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് ഫോറസ്റ്റാണ്. ഇവിടെ വീടുകളൊക്കെ വളരെ വളരെ കുറവാണ്. നമ്മൾ സുമതി വളവ് സിനിമയിൽ കാണുന്നത് സുമതി വളവ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഇനി ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമുക്കെന്തായാലും നോക്കാം ഫോറസ്റ്റ് ഓഫീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ നല്ലൊരു വനമേഖലയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട് ഇതിൻ്റെ വലത് സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ആ സിനിമയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒന്നും ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല. ഇവിടെയൊക്കെ റോഡിൽ CCTV ക്യാമറയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ ഫുൾ വനമാണ്, അതായത് ഫോറസ്റ്റ് ആണ്. പക്ഷേ വേറെ സംഗതിയൊന്നുമില്ല. ഇനി വളരെ കുറച്ച് ദൂരമുള്ള ഏകദേശം 100 മീറ്ററേ ഉള്ളൂ സുമതി വളവിലേക്ക് എത്താൻ. അപ്പോൾ നിങ്ങൾ ആ സൈഡിലെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സുമതി വളവിൽ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുമതി വളവ് എത്തി. ഇതാണ് സുഹൃത്തുക്കളെ സുമതി വളവ്. അപ്പോൾ നമുക്ക് സുമതി വളവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അതിനു മുമ്പ് ഞാനെന്തായാലും സുമതി വളവൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. എന്തായാലും ഒന്ന് ക്രോസ് ചെയ്തിട്ട് തിരിച്ച് വരാം. തിരിച്ച് വന്നിട്ട് നമുക്ക് വണ്ടി നിർത്തി ഇവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ സുമതി വളവ് ഞാൻ ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്തു. സുമതി വളവ് ജസ്റ്റ് കഴിഞ്ഞാൽ മുന്നോട്ടാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല വനമേഖലയാണ് കേട്ടോ. വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല.
അടിപൊളിയാണ്, നല്ല രസമാണ്, വളരെ ഒരു ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. അല്പോടൊന്ന് മുന്നോട്ട് വരുന്നു. ഇനി എന്തായാലും നമുക്ക് തിരിച്ച് സുമതി വളവിലേക്ക് പോകാം. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സ്ഥലമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. തിരക്കൊന്നുമില്ല, നല്ല റോഡ് തന്നെയാണ്. കാരേറ്റ് പാലോട് റോഡ്. ബസ്സൊക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ. ഞാൻ വന്ന സമയത്ത് ബസ്സൊക്കെ പോയിരുന്നു ഈ ഭാഗത്ത്. പക്ഷേ പാലോട് ടൗൺ ഏരിയയാണ്, അവിടെ നല്ലൊരു ടൗൺ ഏരിയ. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം നല്ലൊരു ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് വീണ്ടും സുമതി വളവിലേക്ക് എത്തുകയാണ്. എന്തായാലും ഒന്ന് വണ്ടി തിരിച്ച് അവിടെ വയ്ക്കാം. സുമതി വളവിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സൈഡ് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിയൊക്കെ നമുക്ക് വയ്ക്കാം. അവിടെ വേറെ സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വണ്ടി വളച്ച് അങ്ങോട്ട് വയ്ക്കട്ടെ. ഞാൻ എത്തിയത് ഏകദേശം ഒരു 10 മണിക്ക് 11 മണിക്ക് ഇടയിലുള്ളൊരു സമയമാണ്. ആ കറക്റ്റ് സമയം എനിക്കിപ്പോൾ ഒരു ഓർമ്മയില്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സുമതി വളവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് സുമതി വളവിലാണോ എത്തിയതെന്ന് കൺഫേം ചെയ്യാം. ചേട്ടാ, സുമതി വളവിലല്ലേ? ഓ, പുള്ളി വണ്ടി നിർത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സുമതി വളവിൽ നമ്മൾ ഈ ഒരു വളവിൽ തന്നെ നമ്മൾ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. പകൽ സമയത്ത് വരുമ്പോൾ വേണ്ട. എൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം കംപ്ലീറ്റ് ഒരു CCTV ക്യാമറ നിരീക്ഷണമുള്ളൊരു സ്ഥലമാണ്. സുഹൃത്തുക്കളെ, CCTV വെച്ചിരിക്കുന്ന അത് ഒന്ന് ക്ലോസിൽ കാണിച്ചില്ലെന്ന് ആരും പരാതിപ്പെടണ്ട കേട്ടോ. ആ ഓട്ടോറിക്ഷ വരുന്നതിൻ്റെ അവിടെ ഒരു CCTV ക്യാമറ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടോ, ഒരു നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു അടിപൊളി ഒരു കുന്നും പ്രദേശമാണ്. സെൽഫി സ്റ്റിക്ക് ഒന്ന് പൊക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബൈക്ക് കണ്ടോ, ഈ സ്ഥലത്തുനിന്ന് നമ്മൾ കുറച്ചതായി ഈ വഴിയിലോട്ട് നടക്കുക. നടന്നു വരുമ്പോഴാണ് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഇതൊരു ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് വ്യൂ പോയിൻ്റ്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഫുൾ കാടാണ്. കാടെന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ അടിപൊളി ഇങ്ങനെയുള്ള ചെറിയ മരങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റൂല എന്നതാണ് സത്യം. പിന്നെ ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ ഒരു വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സുമതി വളവ് ഇതാണ് ഇവിടെ ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിക്രമിച്ചൊന്നും കടക്കാതിരിക്കുക. ഇതൊരു സർക്കാർ നിയന്ത്രണമായിട്ടുള്ളൊരു വനമേഖലയിൽപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡൊക്കെ കാണാം. പിന്നെ ഇതുവഴി ഒരു വഴി നമുക്ക് താഴോട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള വഴിയാണെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഞാനിവിടെ നിന്ന് തിരിച്ച് ബൈക്കിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്തായാലും അധികം തിരക്കൊന്നുള്ള റോഡല്ല. ചില സമയത്ത് വണ്ടികൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെ വണ്ടികളൊന്നും കാണുന്നില്ല. സുമതി വളവെന്ന ഈ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്തിനെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷൻ തരാൻ ഇവിടെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സ്ഥലത്ത് കൂടെ കടന്നു പോകുന്ന ഒരാൾക്കാർക്ക് ഒരുപക്ഷെ പലരും ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സുമതി വളവ് വഴിയാണെന്ന്. പിന്നെ സുമതി വളവ് എന്താ പറയുക, വളരെ നല്ലൊരു സ്ഥലമാണ്. ഒരു വനപ്രദേശത്ത് കൂടെ കടന്നു പോകുന്ന ഒരു ചെറിയൊരു വളവാണ്. അപ്പോൾ ഈ സ്ഥലം ആർക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്കിവിടെ നിന്ന് അറിയാനൊക്കെ സാധിച്ചത്. എന്തായാലും വന്ന് കാണണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഇങ്ങനൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാവരെയും പറഞ്ഞ് ഭീതിപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ സ്ഥലം ഇതാണ് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞത് പകൽ സമയത്ത് മാത്രമല്ല 24/7, അതായത് 24 മണിക്കൂർ കൂടെ CCTV നിരീക്ഷണമുള്ള സ്ഥലമാണ്. ഇവിടെ മാത്രമല്ല, ഈ വനമേഖല കംപ്ലീറ്റ് സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇവിടെ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
വന്ന് കാണണം എന്ന് താല്പര്യമുള്ളവർ വന്ന് കാണുക. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കടന്നു പോകരുത്. പലതരത്തിലുള്ള വന്യജീവികളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം. അതുപോലെ ഈ സ്ഥലത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകളൊന്നും ഇടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാടാണ്, നമ്മുടെ പ്രകൃതിയാണ്, ഇത് നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന ബോധ്യത്തോടെ വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.